പറക്കുന്നു കൈവിടുന്നു, സ്റ്റേബിൾ, അങ്ങനെ വോബ്ലിംഗ് ഒന്നുമില്ല കേട്ടോ. ഒരു ചെറിയ കുഴി റോഡിലുണ്ട്, അതൊക്കെ വെട്ടിച്ചു അടിപൊളി കേട്ടോ. ഒഴുകിയാണ് പോകുന്നത്. അഗ്രസീവ് ഡൗൺ ഷീറ്റ് റിയർ എന്നും ലോക്ക് ആയതാണ്ടോ. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളപ്പോൾ ഒരു ലെജൻഡറി മോട്ടോർ സൈക്കിൾ ഉണ്ടോ. ആഫ്റ്റർ 20 years, ഇത് 2004 ഫസ്റ്റ് യൂണിക്കോൺ വന്നിരിക്കുന്നത്. ഇപ്പോൾ 2025 ഓവർ 20 years ഇപ്പോഴും യൂണിക്കോൺ നമ്മുടെ ഒപ്പം ഉണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്ക് വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്ത മോട്ടോർ സൈക്കിൾ, പക്ഷേ ഡ്യൂ ടു പ്യുവർ ഡിമാൻഡ് കാരണം ഹോണ്ട വണ്ടി റീലോഞ്ച് ചെയ്തു. ഹോണ്ട യൂണിക്കോൺ കേട്ടോ. ഇപ്പോൾ 160cc ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകതയൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആ സെറ്റപ്പ് ഒക്കെ കുറച്ചും കൂടി ഒരു ബൾക്കിയർ ആയിട്ടുള്ള കൗളാണ് കൊടുത്തേക്ക്. ഇവിടെ ക്രോം കൊടുത്തിട്ടുണ്ട്, LED ഹെഡ് ലാമ്പാണ് കൊടുത്തേക്കുന്നത്, LED DRSും കൊടുത്തിട്ടുണ്ട്, ആ ബൾബ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോഴും ഉണ്ട്, ആ ക്ലിയർ കേസിംഗ് ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പ് കൊള്ളാല്ലേ. പിന്നെ നോക്കുക, ആ കുട്ടി ടെലിസ്കോപ്പിക് ഫോർക്കാണ് കൊടുത്തത്. റബ്ബർ ലൈൻസ് ആണ് കേട്ടോ, സ്റ്റീൽ ബ്രേഡഡ് ലൈൻസ് ഒന്നുമല്ല. പക്ഷെ നമുക്ക് എൻഡ്യൂറൻസിൻ്റെ ട്വിൻ പിസ്റ്റൺ കാലിപ്പറാണ് കൊടുത്തിരിക്കുക. പണ്ട് എൻ്റെ ഓർമ്മയിൽ നിസിൻ്റെ കാലിപ്പേഴ്സ്, ഇപ്പോൾ നമുക്ക് എൻഡ്യൂറൻസിൻ്റെ കാലിപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 240mm കുട്ടി ഡിസ്ക് റോട്ടർ വിത്ത് ABS, സിംഗിൾ ചാനൽ ABS ആണ് കൊടുത്തിരിക്കുക. ധൈര്യത്തോടെ ഫ്രണ്ട് ബ്രേക്ക് കയറി പിടിക്കുക, ലോക്കാണ്, പേടിയേ വേണ്ട. പഴയ പോലെ ഇത് MRF സാപ്പർ FS ടയറാണ് കൊടുത്തത്. ഇത് റേഡിയൽ ടയർ ഒന്നുമല്ല, നോർമൽ ബയസ് പ്ലൈ നൈലോൺ ടയറാണ് കൊടുത്തിരിക്കുന്ന. സെറ്റപ്പ് ടയർ 18 ഇഞ്ച് ആണ് കേട്ടോ. ഭയങ്കര യാത്രാ സുഖം. വലിയ വീൽസൊക്കെ ആണെങ്കിൽ നമ്മുടെ റോഡിൽ കുറച്ച് ഇംപെർഫെക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് റോൾ ഓവർ ചെയ്യും. സീറ്റായിട്ട് കുറച്ച് പൊടിക്ക് കൂടും, പക്ഷേ എന്നാൽ നല്ല യാത്രാ സുഖം കിട്ടും കേട്ടോ. അതിനാണ് പണ്ട് മുതലേ യൂണിക്കോണൊക്കെ 18 ഇഞ്ച് വീൽസ് കൊടുത്തിരിക്കുന്നത്. കുട്ടി വീൽസും കൂടി അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നമുക്കൊന്ന് റൈഡ് ചെയ്ത് ബാക്കി ഫീഡ്ബാക്ക് ഞാൻ പറയാം കേട്ടോ. പിന്നെ പണ്ട് മുതലുള്ള ആ ടാങ്ക് ഉണ്ട്, കുറച്ചുകൂടി ബൾക്കിയർ ആക്കി ഡിസൈൻ ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ പഴയ പോലത്തെ ടാങ്ക് തന്നെയാണ്. പഴയ പോലത്തെ ടാങ്ക് തന്നെ കണ്ട 30 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയുള്ള ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ടാങ്കിനെ കുറച്ച് കോൺട്രവേഴ്സി ഉണ്ട്. പണ്ട് മുതലാക്കാൻ 13 ലിറ്റർ ആണെങ്കിൽ അതിക്കാട്ടി കൂടുതലൊക്കെ അടിക്കാം. ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേട്ട കഥയാണ്, കറക്റ്റാണെന്ന് അറിയില്ല, 20 ലിറ്റർ വരെയൊക്കെ അടിച്ച കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ടാങ്കിൽ കേട്ടോ. സോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. മാത്രം ഇത് E20 കംപ്ലൈൻറ്റും കൂടി ആയിട്ടോ. എന്ന് പറഞ്ഞാൽ എത്തനോൾ 20 up to 20% എത്തനോളുള്ള പെട്രോൾ വരെ അടിച്ചാൽ യാതൊരു സീനും ഇല്ല. പിന്നെ ദേ കമ്മിങ് ടു ദ മെയിൻ ഹൈലൈറ്റ് ഓഫ് ദ മോട്ടോർ സൈക്കിൾ, ഈ എഞ്ചിനാണ് കേട്ടോ. ഒരു 163cc എയർ കൂൾഡ് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ. അത് ഫിൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കവറിങ് വരെ, ഇതിൻ്റെ ക്ലച്ച് സൈഡ് കവറിൽ വരെ ഫിൻസ് കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് 163cc ആണ്. ഏകദേശം 13 ഹോഴ്സ് പവർ, 14.8 Nm ഓഫ് ടോർക്ക്. പണ്ട് 14.5 കുറച്ചൊന്ന് ടോർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഹോണ്ട പറയുന്നത് കേട്ടോ. റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. പിന്നെ കിക്ക് സ്റ്റാർട്ടും കൊടുത്തിട്ടുണ്ട്. കുറേ പറയുന്നുണ്ട് പുതിയ ഫ്യൂൽ ഇഞ്ചക്ടർ മോട്ടോർ സൈക്കിൾ കിക്ക് സ്റ്റാർട്ടിന് ആവശ്യമില്ലെന്ന്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റൂറൽ ഏരിയസിലാണെങ്കിൽ കുറച്ച്, നമ്മളിപ്പോൾ നോർത്തൊക്കെ പോയപ്പോൾ എനിക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ബാറ്ററി വെച്ചിട്ട് ഈ സെൽഫ് സ്റ്റാർട്ടർ വർക്ക് ചെയ്യില്ല, ക്രാങ്ക് ചെയ്യില്ല. പക്ഷേ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കിക്ക് സ്റ്റാർട്ടർ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ. അതാണ് ഈ കിക്ക് സ്റ്റാർട്ടറിൻ്റെ അഡ്വാൻറ്റേജ്. അതാണ് എൻ്റെ ഒപ്പീനിയൻ തോന്നുന്ന അഡ്വാൻറ്റേജ്. അല്ലാണ്ട് പുതിയ ഫ്യൂൽ ഇഞ്ചക്ഷൻ മോട്ടോർ സൈക്കിളിന് കിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് നെസസറിലി. പക്ഷേ എന്നാലും സർട്ടൻ കോൾഡ്, എക്സ്ട്രീം കോൾഡ് ടെമ്പറേച്ചർ ലേ ലഡാക്കിലൊക്കെ അന്ന് പോയപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ വണ്ടി അവിടെ വെറുതെ വെച്ചപ്പോൾ അന്നൊരു യൂണിക്കോൺ കിക്കർ അടിച്ച് സ്റ്റാർട്ടാക്കി. പക്ഷേ എൻ്റെ സെൽഫ് മര്യാദക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അന്ന് എന്നോട് അവിടുത്തെ മെക്കാനിക്ക് പറഞ്ഞു തന്നാൽ ഇങ്ങനത്തെ കോൾഡ് സിനാറിയോസിൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കിക്കറുള്ള മോട്ടോർ സൈക്കിൾ അവർക്ക് ഡിമാൻഡാണ്. പിന്നെ പണ്ട് മുതലുള്ള ആ ഡയമണ്ട് ഫ്രെയിമൊക്കെ കൊടുത്ത് അത്രമാത്രം വെൽഡിങ് സെറ്റപ്പ് ഒന്നുമല്ല. പിന്നെ ആ കുട്ടി ക്രാഷ് കാർഡും കൊടുത്തിട്ട് എക്സോസ്റ്റ് റൂട്ട് ചെയ്ത് സൈഡിൽ കൂടിയ റൂട്ട് ചെയ്തൊക്കെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ഏകദേശം 187 ഗ്രൗണ്ട് ക്ലിയറൻസ്. നമ്മുടെ കേരളത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ഓടിക്കാൻ പറ്റിയ മോട്ടോർ സൈക്കിൾ. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കേട്ടോ. നമ്മുടെ ചില അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ NX2 മോഡൽ അതിനെക്കാട്ടിയൊക്കെ ബെറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ നോക്കണേ. പിന്നെ കണ്ടിട്ട് ഇവിടെ കുറച്ചും കൂടി സൈസ് തോന്നാൻ വേണ്ടി ഒരു ക്രോം പ്ലേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ട സൈഡ് കവറിൽ. കൊള്ളാമല്ലേ. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ. പണ്ട് എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള മോട്ടോർ സൈക്കിളാണ്. പക്ഷേ അതിൻ്റെ റീസെയിൽ വാല്യൂ കൂടുതലാണ്. ഈ ഹോണ്ട മോട്ടോർ സൈക്കിളിന് ഉള്ള നല്ല കാര്യമാണ്, ഓണേഴ്സ് നല്ല കാര്യം. പക്ഷേ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കുറച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റീസെയിൽ വാല്യൂ കുറച്ച് കൂടുതലാണ്. ഞാൻ ഒന്ന് എടുക്കാൻ എൻ്റെ ഫസ്റ്റ് മോട്ടോർ സൈക്കിളായിട്ട് എടുക്കാൻ പ്ലാൻ ചെയ്തോ ഈ യൂണിക്കോൺ പഴയ 150 ആണ് എടുക്കാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അതിന് റീസെയിൽ വാല്യൂ കൂടുതലായതുകൊണ്ട് അതിനെക്കാട്ടിയും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പൾസർ 135 ഞാൻ തുച്ഛവിലൊക്കെ എടുത്ത്. അതാണ് റീസെയിൽ വാല്യൂ കുറഞ്ഞ് നമുക്ക് അതേ മേടിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ മേടിച്ചേട്ടോ. കൊള്ളാല്ലേ. പക്ഷെ എന്നാലേ അന്ന് മുതൽ എപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം യൂണിക്കോൺ. കൊള്ളാല്ലേ കേട്ടോ. വേറെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെണ്ടക്കശത്ത് ഇതിച്ചിട്ട് മോണോ സസ്പെൻഷൻ. 2004 ഈ വണ്ടി ലോഞ്ച് ചെയ്തപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട്, അതാണ് വലിയ സെഗ്മെൻറ്റ് വേറെ വണ്ടിയൊക്കെ സൂപ്പർ ബൈക്സിനൊക്കെ മോണോ ഷോക്കാണ്. ഇന്ത്യത്തെ സാധാരണക്കാർക്ക് എന്താണ് മോണോ ഷോക്ക് എന്ന് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ മോട്ടോർ സൈക്കിളാണ്. കണ്ടില്ലേ ആ മോണോ ഷോക്ക്, പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് എന്ത് കാലഘട്ടം എന്നത്. 2004
ആദ്യമായിട്ട് ആൾക്കാർ കാണും. സാധാരണ എല്ലാത്തിനും ട്വിൻ ഷോക്ക് അബ്സോർബർ ആയിരുന്നു, ഇതിന് മാത്രം സിംഗിൾ കൊടുത്തു. അപ്പോൾ പ്രശ്നം ഉണ്ടാവും, വണ്ടിക്ക് സൈഡ് ചരിവ് ഉണ്ടാവും, സ്റ്റേബിൾ ആയിക്കൊന്നും ഡൗട്ട് ഉണ്ടായി. അത് ഓടിച്ച് കഴിയുമ്പോൾ ഇല്ലാണ്ട് ആ സംശയം മാറി. നല്ല സ്റ്റേബിളാണ്, നല്ല യാത്രാ സുഖം, നല്ല കംഫർട്ടബിൾ, ആ പ്ലഷ് ആയിട്ടുള്ള സോഫ്റ്റ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫുഡ് പേക്കിൻ്റെ റബ്ബർ മൗണ്ടിങ് നോക്കി, ഇത്രയും റബ്ബർ മൗണ്ടിങ് ഫുഡ് പേക്കും പില്ലിയനും കൊടുത്തിട്ടുണ്ട് കംഫർട്ട്, ആ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി. ബാക്കിൽ ഡ്രം ബ്രേക്ക്, കുട്ടി ഡ്രം ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓടിച്ചിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. പിന്നെ സീറ്റ് ഉണ്ടാവും, ഓവർ ടൈം സീറ്റ് കുറച്ച് ലോങ്ങർ ആക്കി കേട്ടോ, മാത്രം കുറച്ചും എക്സ്ട്രാ പാഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിറ്റി റൈഡിങ് വിത്ത് പില്ലിനൊക്കെ പോയാൽ യാതൊരു പ്രശ്നമില്ല. കണ്ട ഗ്രാബ് റെയിലും സെറ്റപ്പ് ഗ്രാബ് റെയിലൊക്കെ കൊടുത്തിരിക്കുന്നത്, കൊള്ളാം അല്ലേ. ബാക്കിൽ MRF സാപ്പർ ടയർ കൊടുത്തിരിക്കണം. 100 സെക്ഷൻ ടയറാണ്. റേഡിയോ ടയർ നോർമൽ ടയറാണ്, പക്ഷേ ട്യൂബ്ലെസ് ആണ്. പഞ്ചറായി പെട്ടെന്ന് എയർ ലീക്ക് ആയില്ല. നിങ്ങൾക്ക് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയി അല്ലെങ്കിൽ എയറൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ട് ആ പഞ്ചർ റിമൂവ് ചെയ്ത് സെറ്റാക്കാൻ പറ്റും കേട്ടോ. അതാണ് ഈ ട്യൂബ്ലെസ് ടയറിൻ്റെ പ്രത്യേകത കേട്ടോ. ഇപ്പോൾ നിങ്ങൾ മോട്ടോർ സൈക്കിൾ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ട്യൂബ്ലെസ് എടുക്കാൻ നോക്കുക. എവറി ഡേ യൂസ് ഉണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഫീച്ചറാണ് കേട്ടോ. പിന്നെ എക്സോസ്റ്റ് ഉണ്ട്. എക്സോസ്റ്റ് ഞാൻ പിന്നെ കേൾപ്പിച്ച എക്സോസ്റ്റിൻ്റെ ഇവിടെ കണ്ടില്ലേ ഒരു ഗാർഡും കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മുടെ എന്തെങ്കിലും സാധനം ലഗേജൊക്കെ വെച്ചാൽ അത് ഈ എക്സോസ്റ്റിൽ തട്ടി ബേൺ ആണ്ടിക്കാൻ വേണ്ടി ഒരു ഗാർഡ് പ്രൊട്ടക്ടറും കൂടി കൊടുത്തിട്ടുണ്ട്. അതും കൊള്ളാം അല്ലേ. പിന്നെ ആ റിയർ ഐക്കോണിക് ടെയിൽ സെക്ഷൻ കേട്ടോ, അത് LED ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും ആ ബൾബ് ടൈപ്പ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്ത് നൊസ്റ്റാൾജിയ, ഇപ്പോഴും ആ ക്ലീൻ ആയിട്ടായിരിക്കുന്നില്ലേ, കൊള്ളാം. സെറ്റപ്പ് ആ ഹോണ്ട ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഹോണ്ട ബ്രാൻഡ് നോക്കട്ടെ, കണ്ട ആ 3D ഹോണ്ട സിൽവർ വിങ് ആണ് കൊടുത്തിരിക്കുന്നത്, പ്രൊട്രൂഡഡ് ആയിട്ടുള്ള. കൊള്ളാം. പിന്നെ ഇതിൻ്റെ ചെയിൻ കാണുന്നുണ്ട്, മെറ്റലാണ്, പ്ലാസ്റ്റിക് ചെയിൻ കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. നോർമൽ ടൈപ്പ് ആയിട്ടുള്ള സ്വിങ് ആമൊക്കെ ഉണ്ട്, അത്രമാത്രം സെറ്റപ്പ് ഒന്നുമില്ല. ഇതൊരു ബഡ്ജറ്റ് മോട്ടോർ സൈക്കിൾ ഉണ്ടോ. പിന്നെ കണ്ട ഇതിന് സൈഡ് സ്റ്റാൻഡ് കൊടുത്ത്, സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സൈഡ് സ്റ്റാൻഡ് ഇട്ട് ഫസ്റ്റ് ഗിയർ വണ്ടി ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് ആവുന്നതാണ്. മാത്രം സെൻറ്റർ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്, ഓവർഫ്ലോയിൻ്റെ പൈപ്പിംഗ് ആയിട്ട് കാണുന്നത്. ഇതിൻ്റെ പണ്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഹീൽ ടോ ഷിഫ്റ്റർ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ആ പ്രോപ്പർ ആയിട്ടുള്ള ഷിഫ്റ്ററായിട്ട് കൊടുത്താൽ ടോ ഷിഫ്റ്ററാണ് കൊടുത്തത്. നമ്മുടെ ഷൂവിനൊക്കെ കുറച്ച് തേയ്മാനം വരും, പക്ഷേ നല്ല സ്പോർട്ടി ആയിട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഈ വണ്ടി കാണുമ്പോൾ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഫാസിനേഷൻ ഞാൻ ചെറുപ്പം മുതലേ ഞാൻ കണ്ടുവരുന്ന കേട്ടോ. ചേട്ടനൊക്കെ മെഡിക്കൽ റെപ്പായിരുന്നു, അപ്പോൾ അത് വെച്ച് ട്രാവൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മൾ അന്നത്തെ റോഡ് കണ്ടീഷനിൽ ഓടിക്കാൻ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടി യൂണിക്കോണായിരുന്നു. നോക്കട്ടെ, ആ കണ്ട ഒരു LCD ഡിസ്പ്ലേ കൊടുത്ത ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ന്യൂട്രൽ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ABSൻ്റെ വർക്കിംഗ് ആണെന്ന് കാണിക്കേണ്ട സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊള്ളാട്ടോ. കിലോമീറ്റർ ആവറേജ് ഫ്യൂൽ എക്കോണമി എല്ലാ സാധനവും കാണിക്കും. ക്ലച്ച് ലെവറൊക്കെ പഴം പോലത്തെ ക്ലച്ച് ലെവറാണ്, പക്ഷേ പഴൻ്റെ കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള ഫീലിംഗ് ആയിട്ട് എനിക്ക് കിട്ടുക. ഓവർ ദ ഇയർ സ്വിച്ച് ഗിയേഴ്സും വലിയ പ്രശ്നമൊന്നുമില്ല, അത്ര ഹൈ ആൻഡ് ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷേ എന്നാലും ഡീസൻ്റ്ലി ഗുഡ് ക്വാളിറ്റി. അറ്റ് ദാറ്റ് പ്രൈസ് പോയിന്റ് തന്നെ ഡീസൻ്റ്ലി ഗുഡ് ക്വാളിറ്റി ഉണ്ടോ. പിന്നെ ആ നോർമൽ ഷേപ്ഡ് ആയിട്ടുള്ള ബാർ ഹാൻഡിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വേറൊരു സെറ്റപ്പ് നോക്ക്, ഇതിപ്പോഴാണ് കാണുന്നത്. ഒരു USB Type-C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയിരിക്കുന്നു, കൊള്ളാലോ. അതൊക്കെ കലക്കി. ഒന്ന് ഇരുന്നും കൂടി കാണിച്ചാൽ പൊസിഷൻ നോക്കട്ടെ. സെൻറ്റർ സ്റ്റാൻഡിൽ നിന്നൊക്കെ ഭയങ്കര ഈസി ആയിട്ട്. അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരു 139 kgs എൻ്റെ വെയിറ്റ് വരുന്ന ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാൽ ഒരു 138 kgs വെയിറ്റ് ഉള്ളൂ. കണ്ട ലൈറ്റ് മോട്ടോർ സൈക്കിൾ. സീറ്റ് ആയിട്ട് വരുന്ന 798 mm ആണ്. ഞാൻ 5'8", എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ എർഗണോമിക്സ് നോക്കുക, അപ്രൈറ്റ് ആയിട്ട്. പൊടിക്കൊരു ലീൻ ഉണ്ടാ, പേരിഞ്ഞൊരു ലീൻ, പക്ഷെ എന്നാലും ഞാൻ അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പാസ് സ്വിച്ചൊക്കെ ഉണ്ട് കേട്ടോ, സെറ്റപ്പ് കൊള്ളാട്ടോ സാധനം. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മത്താപ്പൊക്കെ. നല്ല കംഫർട്ടബിൾ ആയിട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ. ഫ്രണ്ട് ഫോർക്ക് പഴം പോലത്തെ ഫ്രണ്ട് ഫോർക്കാണ് കൊടുത്തത്. ബാക്ക് ഷോക്കും സോഫ്റ്റാണ്. ഈവൻ വിത്ത് പില്ലിനിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഓടിക്കാൻ സെറ്റപ്പാണ്. പിന്നെ ഇതിൻ്റെ ടാങ്കിൻ്റെ സെറ്റപ്പ് ഹിഞ്ച് ടൈപ്പ് ടാങ്കാണ്. ഹിഞ്ച് ടൈപ്പാണ്. നമ്മൾ ഊരിയെടുത്ത് കയ്യിലൊന്നും പിടിക്കണ്ട, ഓപ്പൺ ചെയ്യാം, ഒന്ന് പുഷ് ലോക്ക് ചെയ്യാം. സെറ്റപ്പേ. ഓവർ ഇയേഴ്സ് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞു വണ്ടിക്ക്. മേ ബി നമ്മളിപ്പോൾ പുതിയ കുറേ മോട്ടോർ സൈക്കിൾ വിത്ത് ബെറ്റർ ക്വാളിറ്റി കണ്ടുകൊണ്ടായിരിക്കാം. ഇതിന് കുറച്ച് ഇവിടെ ചില സ്വിച്ച് ഗിയേഴ്സ് ആണെങ്കിൽ ചില ബോൾട്ടൊക്കെ ആണെങ്കിൽ ഈ മിറേഴ്സിൻ്റെ ക്വാളിറ്റി ചെറുതായി ഡ്രോപ്പ് ആയോ എന്ന് എനിക്ക് ഡൗട്ട്. എൻ്റെ മെമ്മറിയിൽ അത്രയും മാത്രം ഞാൻ ഹൈ സ്റ്റാൻഡേർഡിൽ കീപ്പ് ചെയ്ത മോട്ടോർ സൈക്കിളാണ് യൂണിക്കോൺ കേട്ടോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ബ്രേക്ക് ലെവറും കൊള്ളാം, അഡ്ജസ്റ്റബിലിറ്റി ഒന്നുമില്ല, പക്ഷെ എന്നാലും കൊള്ളാട്ടോ. ഇതിൻ്റെ എക്സോസ്റ്റ് ഉണ്ടെന്ന് ഞാൻ കേൾപ്പിച്ചുതരാം. 1 ടച്ച് സ്റ്റാർട്ട് ഒന്നുമില്ല, ഒന്ന് നെക്കി പിടിക്കാം. ബട്ടറി സ്മൂത്ത്നെസ് അല്ലേ. കിക്കറ് മടക്കണം, കിക്കറൊന്നും മടക്കണ്ട, അങ്ങനെ ഞാൻ വെച്ച്. എന്താണ് നോക്ക്, വണ്ടി ഓൺ ആയത് അറിയുന്നില്ല കേട്ടോ ഗൈസ്. ഹെഡ് നോയ്സ് ഒന്നുമില്ല, ഹെഡൊക്കെ സൈലൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഹെഡ് നോയ്സ് ഒന്നുമില്ല, ഭയങ്കര സ്മൂത്ത്, ബട്ടറി സ്മൂത്ത് റിഫൈൻമെൻ്റ് ആണ് കേട്ടോ. 13 HP 14.8 Nm. കൈ കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊരു എക്സോസ്റ്റ് കിട്ടും, വണ്ടി ഓണാണെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ അഗ്രഷൻ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റുള്ള സ്മൂത്ത് റിഫൈൻഡ്. ഹയർ RPM എത്തുമ്പോൾ അറിയുന്നുണ്ട് കേട്ടോ ഒരു എക്സോസ്റ്റ് നോട്ട് കേൾക്കാം, പക്ഷെ എന്നാലും സ്വീറ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ്. ഇതങ്ങനെ ഹൈ റവ് ചെയ്ത് ഓടിക്കേണ്ട എഞ്ചിനൊന്നുമല്ല, സ്മൂത്തായിട്ട് ലോവർ RPM അല്ലെങ്കിൽ ഒരു
4000 5000 RP ഇത് കീപ്പ് ചെയ്ത് എൻജോയ് ചെയ്ത് ഓടിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. നമുക്ക് അങ്ങനെ ഒന്ന് പോയി ഓടിച്ചാലോ? സെറ്റപ്പ് ഉള്ളതല്ലേ. ഇതിൻ്റെ പ്രൈസ് വരുന്ന 1.20 lakhs എക്സ് ഷോറൂം ആണ് കേട്ടോ. ഫോർ ദാറ്റ് പ്രൈസ് ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്? സ്റ്റിൽ വർത്ത് ഇറ്റ് ഇൻ 2025 ആണോ? ഒന്ന് റൈഡ് പോയിട്ട് വരാം. പക്ഷെ കൊള്ളാട്ടോ വണ്ടി, എന്ത് സ്മൂത്താണ്. പണ്ട് മുതലേ യൂണിക്കോണിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ യാത്രാസുഖവും ഈ കംഫേർട്ടും ആണ് കേട്ടോ. അത്രയും സ്മൂത്ത് റിലയബിൾ എഞ്ചിനാണ്, റിഫൈൻഡ് എഞ്ചിനാണ്, പഴം പോലത്തെ ഒരു ക്ലച്ച്, സസ്പെൻഷൻ, ഫ്രണ്ട് ഫോർക്കും സോഫ്റ്റാണ്, ബാക്ക് മോണോ ഷോക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് 2004 വണ്ടി ഇറങ്ങിയ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് മോണോ ഷോക്ക് കൊണ്ടതാണ് അല്ലേ. നല്ല ലോ എൻഡ് ടോർക്കും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാട്ടോ, ഒരു സ്ക്വയർ എഞ്ചിനല്ല, കുറച്ചും കൂടി സ്ട്രോക്ക് ലെങ്ത് കൂട്ടിയുണ്ട്. ഇതൊരു 162cc എയർ കൂൾഡ് എഞ്ചിനാണ്. ഏകദേശം 13 ഹോഴ്സ് പവർ 14.8 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിറ്റിയിൽ ഓടിക്കാൻ സെറ്റപ്പ്. ആ LCD ഡിസ്പ്ലേ വിത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊള്ളാം അല്ലേ. ബ്രാൻഡ് ന്യൂ വെഹിക്കിളാണ്. ബ്രേക്സ് കൊള്ളാം. ഫ്രണ്ടിൽ ആ 240mm ഡിസ്ക് റോട്ടറായിട്ട് ഞാൻ പണ്ട് ഓടിച്ച യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ കാർബറേറ്റഡ് ആയിട്ടുള്ള ഒരു സാധാ വണ്ടിയായിരുന്നു. വലിയ ബ്രേക്ക്, ഡ്രം ബ്രേക്സ് ഒക്കെ ആയിരുന്നു. അത്ര സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നോക്ക്, ആ ചാട്ടം കണ്ടില്ലേ, എന്ത് റിഫൈൻഡായി. ഇതാണ് റിഫൈൻമെൻ്റ് ബെഞ്ച് മാർക്ക് കേട്ടോ. ഈ ക്ലാസ്സിൽ കുറേ മോട്ടോർ സൈക്കിൾസ് വന്നിട്ടുണ്ട്, കുറേ കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ സ്മൂത്ത്നെസ്, അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എർഗണോമിക്സ്, കാല് ഫ്രണ്ടിലോട്ടാണ്, കുറച്ച് സെൻറ്റർ ബേസില്ല, കുറച്ച് ഫ്രണ്ടിലോട്ട് ഫോർവേഡ് ആയിട്ടിരിക്കുക. സീറ്റും കംഫർട്ടബിൾ ആക്കി, സീറ്റ് ലോങ് സീറ്റാണ്, ബാക്കിലോട്ടൊക്കെ ഇറങ്ങിയിരിക്കുക, കംഫർട്ടിന് വേണ്ടി ഇറങ്ങി മാറിയൊക്കെ ഇരിക്കുക. എല്ലാം കൊള്ളാട്ടോ. ആ ഷോർട്ട് വീൽ ബേസുമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇടയിൽ കൂടി കൊണ്ടുപോകാം, ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കൊണ്ടുപോകാൻ അടിപൊളിയാണ്. ഒഴുകിയാണ് വണ്ടി പോകുന്നത്. പിന്നെ ആ ഫ്രണ്ട് ആൻഡ് ഡ്രൈവ് ഉണ്ട്, സോഫ്റ്റ് സസ്പെൻഷൻ ഫ്രണ്ടിൽ കൊടുത്തുകൊണ്ട് ആ ഫ്രണ്ട് ആൻഡ് ഡ്രൈവ് ഉണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് അല്ലേ, അപ്പോൾ ബ്രേക്ക് കൂടി ആ ഫ്രണ്ടിൻ്റെ താഴെ പോകുന്നുണ്ടല്ലേ, ബ്രേക്ക് കൂടി താഴോട്ട് പോകണ്ട. നല്ല ബ്രേക്കിംഗ് ഉണ്ട് കേട്ടോ. വേറെ അങ്ങനെ ഇലക്ട്രോണിക്സ് ആയിട്ട് ഒരു മത്താപ്പും കൊടുത്തിട്ട് ആ LCD ഡിസ്പ്ലേ ഉണ്ട്. സിംഗിൾ ചാനൽ ABSും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 80 സെക്ഷൻ ടയറാണ്, ചെറിയ കുട്ടി ടയറാണ് കൊടുത്തേക്കുന്നത്. മൈലേജിന് വേണ്ടിയാണ്, ഫ്യൂൽ എക്കോണമിക്ക് വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ചെറിയ ടയറിൻ്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടയിൽ കൂടി കൊണ്ടുപോകാനൊക്കെ, കുത്തി കയറ്റിയൊക്കെ കൊണ്ടുപോകാൻ ഫാസ്റ്റായിട്ട് ഡയറക്ഷൻ തിരിയും, പെട്ടെന്ന് കണ്ട വെട്ടി തിരിയും കേട്ടോ. അതാണ് ആ ഷോർട്ടർ വീൽ ബേസ് പ്ലസ് ഈ കുട്ടി ടയേഴ്സ് ഉള്ളതുകൊണ്ട് സെറ്റപ്പാണ്. പിന്നെ മാരക ഫ്യൂൽ എക്കോണമിയാണ്. 60 മര്യാദക്ക് ഓടിച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ 60 km/ലിറ്റർ ഫ്യൂൽ എക്കോണമി 50+ കിട്ടും കേട്ടോ. ക്ലച്ച് കണ്ടോ, 1 ഫിംഗർ ക്ലച്ചാണ്, 1 ഫിംഗർ ക്ലച്ച്. ക്ലച്ച് വിടുമ്പോൾ തന്നെ വണ്ടി ചാടിയാണ് പോകുന്നത്. അതാണ്ടോ ആ 150 160 കൺവേർട്ട് ചെയ്താൽ അവർ കുറച്ചുകൂടി ബെറ്റർ, ആ ലോ ആൻഡ് ടോർക്ക് കിട്ടാൻ വേണ്ടി. ആ എമിഷൻ നോംസൊക്കെ കാണാൻ വണ്ടിയുടെ പവറൊക്കെ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ടായത്, അതൊക്കെ മാറ്റി കുറച്ചും കൂടി പവർഫുൾ ആക്കട്ടെ. ആ സിറ്റിയിലൊക്കെ ഓടിക്കാൻ കുറച്ചും കൂടി ബെറ്റർ ആക്സലറേഷൻ റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയാണ് അവർ 160cc മാറ്റിയത്. നല്ല സ്റ്റേബിളും കൂടി, ഇത്ര ഷോർട്ടർ വീൽ ബേസ് ആയിട്ട് നല്ല സ്റ്റേബിൾ വണ്ടിയും കൂടിയാണ് കേട്ടോ. സ്ലിപ്പ് ആൻഡ് ആസ് ക്ലച്ച് ഒന്നുമില്ല കേട്ടോ. അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ റിയർ വീൽ ലോക്കാവും. അങ്ങനെ മത്താപ്പൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇത്ര നേരം നമ്മൾ ട്രാഫിക്കിൽ ഓടിച്ചിട്ട് ഒരു തുള്ളി ഹീറ്റിംഗ് ഇല്ല. ഇത് ബ്രില്യൻ്റ് എയർ കൂൾഡ് എഞ്ചിൻ അല്ലേ, ഒരു തുള്ളി ഹീറ്റിംഗ് ഇല്ല. സീറ്റ് ഹൈറ്റ് കുറവ്, 798mm സീറ്റ് ഹൈറ്റാണ്. കണ്ട ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ, ലൈറ്റ് വെയിറ്റാണ്, ചെറിയ വണ്ടിയാണ്. ഒരു 139 kgs ആണ് വെയിറ്റ്. ആ വെയിറ്റ് ഒന്നും ഓടിക്കുമ്പോൾ അറിയില്ല. കുട്ടി ഹാൻഡ് ബാർ, അത്ര വൈഡ് ഹാൻഡ് ബാർസ് ഒന്നുമല്ല, കംഫർട്ടബിൾ ആയിട്ട് ഇന്ന് ഓടിക്കാൻ. എൽബോസ് കണ്ട ചെറിയൊരു ബെൻഡ് ഉണ്ട്, കൊള്ളാം. കീൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, സെറ്റപ്പാണ് വണ്ടി. ഒരു തുള്ളി ഫ്യൂലേ ഒഴിച്ചിട്ടുള്ളൂ. ഫ്യൂൽ എക്കോണമി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് പറയണ 60 കിട്ടുമെന്ന് നോക്കാം കേട്ടോ. 60 എന്ന കമ്പനി പറയുന്ന മാത്രമല്ല, എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഈ മോട്ടോർ സൈക്കിൾ എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞാൽ മര്യാദക്ക് ഓടിച്ച് കഴിഞ്ഞാൽ 60 km/ലിറ്റർ ഫ്യൂൽ എക്കോണമിയും കിട്ടുന്നതാണ്. പിന്നെ ടാങ്ക് ഉണ്ടല്ലേ, 30 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയുള്ള ടാങ്കാണ്ട് കൊടുത്തത്. ആ റൗണ്ടഡ് ടാങ്ക് നൊസ്റ്റാൾജിയാണ് ഈ വണ്ടി. വളയ്ക്കാൻ ആ ഷോർട്ടർ വീൽ ബേസ്, ചെറിയ ടയർസ് ആയിട്ട് കൊണ്ട് ഒറ്റയടിക്ക് കുത്തി വളച്ചെടുക്കുക. മിറേഴ്സിന് കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി ഉണ്ട്, പ്രോപ്പർലി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു തുള്ളി വൈബ്രേഷൻ ഇല്ല കേട്ടോ വണ്ടിക്ക്. അതാണ്, ഒഴുകിയാണ് പോകുന്ന വണ്ടി. ദ നോ നോൺസെൻസ് മോട്ടോർ സൈക്കിൾ, ദ OG നോ നോൺസെൻസ് മോട്ടോർ സൈക്കിളാണ്. എന്ത് രസമായിട്ട് ഓടിക്കുന്നത്, സിറ്റിയിൽ ഓടിക്കുക. ഈവൻ വിത്ത് പില്ലിയൻ ഇരുന്ന് കുറച്ചൊക്കെ ട്രാവൽ കമ്മ്യൂട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സ്റ്റിൽ എ വെരി ഗുഡ് ഓപ്ഷൻ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. 4th ഗിയറിലാണ് പോകുന്നത്, 5 സ്പീഡ് ഗിയർ ബോക്സാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ പഴയ യൂണിക്കോ കുറച്ചും കൂടി എന്താ പറയുക, ദ ഫസ്റ്റ് ജനറേഷൻ യൂണിക്കോ അല്ല, അതിന് കുറച്ചും കൂടി ആ സ്ലിക്ക് ഗിയർ ബോക്സ്, അതിന് ഹീൽ ടോ ഷിഫ്റ്റർ ആയിരുന്നു. പക്ഷെ കുറച്ചും കൂടി ഒരു സെറ്റപ്പ് ഗിയർ ബോക്സ് എന്നാണ് എൻ്റെ മനസ്സിൽ കേട്ടോ. ഇനഫ് ഓഫ് പവർ ഉണ്ട് കേട്ടോ, നമ്മൾ സിറ്റിയിൽ എല്ലാത്തിനും ഓവർടേക്ക് ചെയ്യാനുള്ള ഇനഫ് ഓഫ് പവർ ഉണ്ട്. ഒന്ന് ഗിയർ ഡൗൺ ചെയ്യണം, പക്ഷെ എന്നാലും നോക്ക് എന്ത് അടിപൊളിയായിട്ട് ഓടിച്ചിട്ട് പോവാ.
പഴം പോലെ സ്മൂത്ത്നെസ്സാണ് ഹൈലൈറ്റ്. പറക്കുന്നു, കൈ വിടുന്നു, സ്റ്റേബിൾ. അങ്ങനെ വോബ്ലിംഗ് ഒന്നുമില്ല കേട്ടോ. ഒരു ചെറിയ കുഴി റോഡിലുണ്ട്, അതൊക്കെ വെട്ടിച്ചു അടിപൊളി കേട്ടോ. ഒഴുകിയാണ് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കൈ കൊടുത്താൽ അവിടെ നിന്ന് ഫുള്ളേത് കയറി. കണ്ടില്ലേ, ഇനഫ് ഓഫ് ലോ ഡൗൺ ടോർക്ക് ഉണ്ട്. സെറ്റപ്പാണ്. ഒന്ന് സസ്പെൻഷൻ കൂടി ടെസ്റ്റ് ചെയ്തേക്കാം. ഇവിടെ കുറച്ച് റഫ് പാച്ചസ് ഉണ്ട്. ബാഡ് റോഡ്സിലൂടെ കൊള്ളാട്ടോ. നമ്മുടെ റോഡിലത്തെ ഇംപെർഫെക്ഷനൊക്കെ ഇല്ലേ, അതൊക്കെ ബ്യൂട്ടിഫുള്ളിയാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ടേൺ എടുത്തിട്ട് പോകാം. കുറച്ചൊരു ബാഡ് റോഡ്സ് ഓടിക്കട്ടെ. കൊള്ളാം. സസ്പെൻഷൻ ഓൺ ദ സോഫ്റ്റർ സൈഡാണ്. അത്ര വലിയ ട്രാവലുള്ള സസ്പെൻഷൻ ഒന്നുമല്ല, പക്ഷേ എന്നാലും എവറി ഡേ കമ്മ്യൂട്ടിന് യാതൊരു സീനുമില്ല. ബ്രേക്സും ഗുഡാണ് കേട്ടോ. റിയർ ഡ്രമ്മാണ്. പക്ഷേ ഷാർപ്പ് ബൈറ്റഡ് കേട്ടോ ഡ്രമ്മിന്. കുട്ടി ഡ്രം ബ്രേക്കൊക്കെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്, പക്ഷേ അത് നല്ല റെസ്പോൺസീവ് ആണ് ബാക്ക് ബ്രേക്ക്. അതും കൊള്ളാം. എന്ത് വണ്ടിയാന്ന് നോക്കണല്ലേ, ഒഴുകിയാ പോകുന്നത്. എൻജിൻ ഓണാണോ നമുക്കറിയില്ല. ഇത് അതാണ് നമുക്ക് മനസ്സിലായില്ല. റണ്ണിങ് സമയത്ത് വണ്ടി ഓണാണോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലായില്ല. അത്രയും ലെവൽ ഓഫ് സ്മൂത്ത്നെസ്സാണ്. പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആ പഴയ യൂണിക്കോൺ 2008 യൂണിക്കോൺ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ കുറേ അക്രമമൊക്കെ കാണിച്ചേട്ടോ. അതിൻ്റെ ഗിയർ ബോക്സ് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുള്ള ഫീലിംഗ് ആയിട്ട്. ഇത് മോശമൊന്നുമല്ല, ഇത് ഇന്ത്യൻ മാനുഫാക്ചേഴ്സിനെക്കാട്ടി മച്ച് ബെറ്റർ ഗിയർ ബോക്സ്, സ്റ്റിൽ എ വെരി ഗുഡ് ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് മറ്റേതിന് കുറച്ചും കൂടി എന്താ പറയുക, സ്ലിക്കർ ആയെന്ന പോലെ ഫീലിംഗ്. ഇപ്പോൾ കുറച്ചും കൂടി ആ പഴയ സെറ്റപ്പുള്ള ഗിയർ ബോക്സ് അല്ലാത്തൊരു ഫീലിംഗ് വന്നിരിക്കുന്നു. മേ ബി ആ ഹീൽ ടോ മാറ്റിക്കൊണ്ടായിരിക്കാം. ഇപ്പോൾ നോർമൽ കൺവെൻഷണൽ ടൈപ്പ് ഷിഫ്റ്ററാട്ടോ കൊടുത്തേക്കണം എന്നാണ് ഫ്രം ഫീലിംഗ്. ഓടിക്കാനും കൊള്ളാം. ഇത്ര നേരം നമ്മൾ ഓടിച്ചു, ഒരു തുള്ളി ഹീറ്റിംഗ് ഇല്ല. ആ സ്ലിപ്പ് ആൻഡ് അസ് ക്ലച്ച് ഇല്ല കേട്ടോ. നിങ്ങൾ അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് റിയർ വീൽ ലോക്കാവും. കണ്ട വണ്ടി ഓഫായെന്ന് ഞാൻ വിചാരിച്ചത്. അത്ര സൈലൻ്റായിട്ട് റൺ ചെയ്യുക, ഹെഡ് നോയ്സ് ഒന്നുമില്ല. ഇങ്ങനെയായിട്ട് ഫ്യൂൽ എക്കോണമി കിട്ടുന്നത്. 5th ഗിയർ അറ്റ് 30 km/h. ഒരു തുള്ളി ശബ്ദമൊന്നുമില്ല. ക്രൂസ് ചെയ്ത് പോവാ സ്മൂത്ത്. 3rd ഗിയറിൽ നിന്ന് മൈന്യൂട്ട് ത്രോട്ടിൽ ഇൻപുട്ടേ കൊടുക്കുന്നുള്ളൂ. എന്ത് സുഖമായിട്ടാണ് വണ്ടി പോകുന്നത്. ഇപ്പോൾ മനസ്സിലാകും. എനിക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ലോയൽ ഫാൻ ബേസ് ഉള്ള മോട്ടോർ സൈക്കിളാണ് യൂണിക്കോൺ. ഇന്ത്യക്ക് വേണ്ടി സ്പെസിഫിക്കലി അവരുണ്ടാക്കിയൊരു വണ്ടിയാണ്. നല്ല ഹാൻഡ്ലിങ്. ആ 2nd ഗിയർ തന്നെ ഇട്ട് പുള്ളി ചെയ്ത് കയറുന്നു. ഇപ്പോൾ ഓഫായി. അങ്ങനെ അത് ഞാൻ പുള്ളി ഏൽപ്പിക്കണ്ട. അങ്ങനെ സ്ലോ സ്പീഡൊക്കെ എത്തുമ്പോഴേക്ക് നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇടണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഓഫായി പോകും. ഇങ്ങനത്തെ കണ്ടീഷൻ, ഇങ്ങനത്തെ ട്രാഫിക് സിറ്റി ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ സ്ലോ സ്പീഡിൽ ഓടിക്കാൻ സെറ്റപ്പ് വണ്ടിയാണ്. 5th ഗിയർ ഇട്ടെ. 5th ഗിയർ അറ്റ് 38. കണ്ടില്ലേ, കാഷ്വലായിട്ട് കാഴ്ചകളെ കണ്ട്. ഇവൻ വരുന്ന പില്ലിയുണ്ട്. ഈ പില്ലിയുണ്ട് കഥയൊക്കെ പറഞ്ഞു പോകാൻ പ്ലാൻ. സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം. സ്മൂത്ത് സസ്പെൻഷൻ. പണ്ട് മുതലേ യൂണിക്കോണിൻ്റെ ഹൈലൈറ്റ് അതായിരുന്നു. ഇത്ര നേരം നമ്മൾ ഓടിച്ചിട്ട് സീറ്റ് കുറച്ച് തിന്നറായ പോലെ, കുറച്ചും കൂടി വൈഡർ സീറ്റ് ഉണ്ടെങ്കിൽ കുറച്ചൊരു കംഫർട്ടായ എടുത്തൊന്ന് പാഡ് ചെയ്താൽ മതി. അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് റിയർ എന്നും ലോക്ക് ആയതാണ്ടോ. ഭയങ്കര ഫ്ലിക്കബിൾ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് സാധനം? ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് കുറച്ച് എഞ്ചിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ബാച്ച് മോട്ടോഴ്സൊക്കെ കുറച്ച് എഞ്ചിൻ ഇഷ്യൂസ് ഉണ്ടായത്. പിന്നെ അത് ഹോണ്ട റീകോൾ ചെയ്ത് കുറച്ചും കൂടി ബുള്ളറ്റ് പ്രൂഫ് സെറ്റപ്പ് ആക്കിയത്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി ഹോണ്ട ഫസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ഇൻ മൈ ഒപ്പീനിയൻ. എൻ്റെ ഓർമ്മയിൽ നിന്ന് റീകളക്ട് ചെയ്ത് പറയുക. ഞാൻ ഹോണ്ട എഞ്ചിനീയേഴ്സായിട്ട് പോയി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഫസ്റ്റായിട്ട് അന്ന് ഹീറോ ഹോണ്ട ചെയ്ത് അന്ന് അവർ കൊളാബറേറ്റ് ചെയ്തിട്ട് ഇന്ത്യക്ക് വേണ്ടി സ്പെസിഫിക്കലി ഒരു മോട്ടോർ സൈക്കിൾ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കമ്മ്യൂട്ടർ, റിലയബിൾ ആയിക്കണം, റിഫൈൻഡ് ആയിക്കണം, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂട്ടർ ഇറക്കണം പ്ലാൻ ഉണ്ടായിരുന്നു ഹോണ്ടയ്ക്ക്. അവർ ഇറക്കിയ വണ്ടി അത് ഹോണ്ട യൂണിക്കോൺ. 2004 ഡിസംബർ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ടൈമിലാണ് ലോഞ്ച് ചെയ്യുന്ന കേരളത്തിൽ. ആദ്യ ടൈം അത്രമാത്രം അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ഈ മോണോ ഷോക്ക് വന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് അത്ര കംഫർട്ട് ഉണ്ടായില്ല. 2 ഷോക്ക് മാറ്റി ഒറ്റ ഷോക്കാക്കി വലിയ കംഫർട്ട്, ഹാൻഡ്ലിങ്, സ്റ്റെബിലിറ്റി ഒന്നും ഉണ്ടായില്ല. ഇത് എടുത്ത് ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ എല്ലാവരുടെയും ആ ഐഡിയോളജി മാറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. കംഫർട്ടബിൾ, അത്രയും സോഫ്റ്റ് സസ്പെൻഷൻ കൊടുത്തത്, സീറ്റ് സോഫ്റ്റ് ആയിരുന്നു, പില്ലിനൊക്കെ ഇരുന്ന് ട്രാവൽ. നമ്മുടെ കേരളത്തെ മോശം റോഡിലൂടെ ട്രാവൽ ചെയ്ത് പോകാൻ വേണ്ടി 18 ഇഞ്ച് വീൽസാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു കംഫർട്ടബിൾ സീറ്റായിട്ട് നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ ഒരു ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിനാക്കി മാറ്റിയിട്ട് പിന്നെ ഹോണ്ട ഇറക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ദ ബെസ്റ്റ് ബിഗിനർ ബൈക്കായിട്ട് മാറിയ മോട്ടോർ സൈക്കിളാണ് ദ ഹോണ്ട യൂണിക്കോൺ കേട്ടോ. എല്ലാവരുടെയും ആഗ്രഹം അറ്റ് വൺ പോയിന്റ് ഇൻ ദർ ലൈഫ്, ആ ഏർലി 90s കിഡ്സിന് അറിയാൻ പറ്റും, അവരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു യൂണിക്കോൺ എടുത്ത് ട്രാവൽ ചെയ്യണമെന്നൊക്കെ. എല്ലാവരും പറഞ്ഞു കേട്ടൊരു സാധനം. അത്രയും കംഫർട്ടബിൾ, റിലയബിൾ, ആ സർവീസ് കോസ്റ്റ് കുറവാണ്, ബുള്ളറ്റ് പ്രൂഫ്, റിലയബിലിറ്റി, ധൈര്യത്തോടെ എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന, ഏത് കണ്ടീഷനിലൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന മോട്ടോർ സൈക്കിളായിരുന്നു ഈ യൂണിക്കോൺ. അത് കേട്ട് എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ സെറ്റായി വന്ന മോട്ടോർ സൈക്കിളാണ്. ഇപ്പോൾ 2008 ഞാൻ ആദ്യമായിട്ട് ഈ യൂണിക്കോണിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നു കേട്ടോ. എൻ്റെ ഒരു ചേട്ടൻ്റെ അടുത്തുണ്ടായത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്, ഫുൾ കേരള ട്രാവൽ ചെയ്ത് പോയ ഓൺ ദിസ് മോട്ടോർ സൈക്കിൾ. അങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ഒന്നും ചെയ്യില്ല, എന്നാൽ ഈ വണ്ടി ഓടും. ബേസിക് ഓയിൽ ചേഞ്ച്
മാത്രമേ ചെയ്യുള്ളൂ, എന്നാലും ഈ മോട്ടോർ സൈക്കിൾ ഓടും കേട്ടോ. അതായിരുന്നു ഹോണ്ട യൂണിക്കോണിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് പിന്നെ 2007 2010 ആയപ്പോഴൊക്കെ ചെറിയ കോസ്മെറ്റിക് കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്ത് അങ്ങനെ എഞ്ചിനൊന്നും മാറ്റം ഉണ്ടായില്ല. പിന്നെ 2010 CB ഡാസ്ലർ എന്ന് പറഞ്ഞൊരു മോട്ടോർ സൈക്കിൾ ഇറക്കി, കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ട് ബാക്കിൽ ഡിസ്കൊക്കെ ഉള്ള മോട്ടോർ സൈക്കിൾ ഇറക്കി. പക്ഷേ എന്നാലും എല്ലാവർക്കും യൂണിക്കോൺ മതി. ഡാസ്ലർ അത്ര സെറ്റപ്പില്ല, ഫ്യൂലൊക്കെ ആണെങ്കിൽ കുറച്ച് കുറവാണ്, കുറച്ചുകൂടി സ്പോർട്ടി ആയിരുന്നു. ഈ യൂണിക്കോൺ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാണുന്ന പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു, റിഫൈൻഡ് ആയി റിലയബിൾ ആയിരുന്നു, കുറച്ച് സ്പോർട്ടി ആയിട്ട് ബാക്കിൽ ഡിസ്കൊക്കെ കോസ്റ്റ് കൂടി. അപ്പോൾ ആൾക്കാർ കുറച്ച് ഫ്യൂലൊക്കെ ആണെങ്കിൽ കുറഞ്ഞു. അപ്പോൾ ആൾക്കാർ പറഞ്ഞാൽ ഡാസ്ലർ യൂണിക്കോൺ അല്ല, അത്ര സെറ്റപ്പ് ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞ സെറ്റപ്പായി വീണ്ടും യൂണിക്കോൺ മതിയെന്നായിട്ടോ. പിന്നെ ഓവർ ദി ഇയേഴ്സ് 2-3 വർഷമൊക്കെ കഴിഞ്ഞ് ആഫ്റ്റർ 2012-13 എത്തുമ്പോൾ അത്രമാത്രം കോമ്പറ്റീഷൻ വന്ന്. അപ്പോൾ 2014 അവർ അപ്ഡേറ്റ് ചെയ്ത്, പിന്നെ അപ്ഡേറ്റ് ചെയ്ത് യൂണിക്കോൺ 160cc, കുറച്ചുകൂടി ബെറ്റർ ഫ്യൂലൊക്കെ, കുറച്ചുകൂടി ബെറ്റർ ആക്സേഷൻ, കുറച്ചുകൂടി ബെറ്റർ ലോ ആൻഡ് ടോർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ ഈ വണ്ടി ഇറക്കുന്നത്. ആ സമയം തന്നെ യൂണിക്കോൺ 160 ഉണ്ടായിരുന്നു, യൂണിക്കോൺ 150 ഉണ്ടായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവർ യൂണിക്കോൺ 150 ഡിസ്കണ്ടിന്യൂ ചെയ്ത്. പക്ഷേ അപ്പോഴും എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ആ യൂണിക്കോണിൻ്റെ കംഫർട്ട്, ഫ്യൂൽ എക്കോണമി, റിഫൈൻമെൻറ്റ്, ആ 150 തന്നെ വേണമെന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത ഒരു പ്രോഡക്റ്റ് വീണ്ടും ഹോണ്ട ലോഞ്ച് ചെയ്ത്. വേറൊരു മാർക്കറ്റ് അങ്ങനെ ഹോണ്ട അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് അത്രമാത്രം ലോയൽ ഫാൻ ബേസ് ഈ വണ്ടിക്കുള്ള കേട്ടോ. അതുകൊണ്ട് അവർ വീണ്ടും ഈ 150 ലോഞ്ച് ചെയ്ത 2018 2017 ആ വണ്ടി വീണ്ടും 2016 തന്നെ വീണ്ടും അവർ വണ്ടി റീലോഞ്ച് ചെയ്തു, യൂണിക്കോൺ 150. പിന്നെ ഈ എമിഷൻ നോംസ് ഒക്കെ, പിന്നെ BS6 വന്നു, BS6 ഹൈ എമിഷൻ നോംസ് ഒക്കെ വന്നപ്പോഴേക്കും 150 ഭയങ്കര പവർ ലാഗിങ് ആയി. അങ്ങനെ 150 അവർ ഫൈനലി ഡിസ്കണ്ടിന്യൂ ചെയ്ത് 160 ഇറക്കി കേട്ടോ. അതാണ് ഈ യൂണിക്കോൺ 160 കേട്ടോ. സ്റ്റിൽ വെരി ഗുഡ്, സ്റ്റിൽ ആ സെയിം ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി ആണ്, കംഫർട്ടബിൾ ആണ്, റിലയബിൾ ആണ്, റിഫൈൻഡ് ആണ്. ആ പഴയ യൂണിക്കോൺ ചെയ്ത എല്ലാ സാധനവും ചെയ്യുന്നത് കുറച്ചും കൂടി സ്മൂത്തറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരു LED ഹെഡ് ലാമ്പ് കൊടുത്ത്, USB ചാർജിങ് കൊടുത്ത്, ആ സോഫ്റ്റ് സസ്പെൻഷൻ്റെ LED ഹെഡ് ലാമ്പും കൊടുത്തിട്ടുണ്ട്, നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ്, 5-speed ഗിയർ ബോക്സ്, ആ ടോ ഷിഫ്റ്റർ ആക്കി കേട്ടോ, കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള ടോ ഷിഫ്റ്റർ കൊടുത്ത്. പക്ഷേ എന്നാലും സ്റ്റിൽ വെരി കംഫർട്ടബിൾ. ആ ഷൂ ഒക്കെ കുറച്ച് ഡാമേജ് ആവട്ടോ, അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഈ ടോ ഷിഫ്റ്റർ വെച്ചിട്ട് എവറി ഡേ കമ്മ്യൂട്ടിങ് ഉപയോഗിക്കുന്ന നമ്മൾ സാധാ ഷൂ ഒക്കെ ഇട്ട് ഓടിക്കുമ്പോൾ ഷൂവിന് ചെറിയ മാത്രം അവിടെ ആ ഫീഡ്, ആ ലെതറൊക്കെ ആണെങ്കിൽ കുറച്ചും ഡാമേജ് സംഭവിക്കട്ടോ. ആ റബ്ബർ സോക്കില്ല, അതൊക്കെ മേടിച്ചിട്ട് തന്നെ സെറ്റപ്പ് ആക്കി ഓടിക്കാം കേട്ടോ. ഇപ്പോൾ ഓവർ ദ ഇയേഴ്സ് ഇൻ 2021 ഇയേഴ്സ് ആഫ്റ്റർ യൂണിക്കോ ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ട് സ്റ്റിൽ ഇസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ മൈ ഒപ്പീനിയൻ യെസ് കേട്ടോ. അത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ട്, ബെറ്റർ മോട്ടോർ സൈക്കിൾസ് ഇല്ലെന്നൊന്നും പറയുന്ന കുറേ ഫീച്ചേഴ്സ് ഉള്ള വേറെ മോട്ടോർ സൈക്കിൾ, കുറച്ചും കൂടി ബെറ്റർ സ്റ്റൈലിംഗ് ഉള്ള മോട്ടോർ സൈക്കിൾ ഉണ്ട്. പക്ഷേ ഫോർ കമ്മ്യൂട്ടിങ്, റിഫൈൻമെൻറ്റ്, റിലയബിലിറ്റി, പില്ലിനൊക്കെ വെച്ചിട്ട് ട്രാവലിംഗ്, കേരള പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലെ കൂടി നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആട്ടോ. 187 millimeters ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, ലെസ് മെയിൻ്റെനൻസ് ആണ്. ഇപ്പോഴും കിക്കർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വിൻ്റർ ഏരിയ, കോൾഡർ ഏരിയസിലൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ റൂറൽ ഏരിയസിലാണെങ്കിൽ കിക്ക് സ്റ്റാർട്ടർ സെറ്റപ്പ് ആയിട്ട് സ്റ്റിൽ വർക്ക്സ് ഗുഡ് ആയിട്ട്. ഞാൻ ലഡാക്കിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായ കിക്ക് സ്റ്റാർട്ടർ അല്ലെങ്കിൽ ബാറ്ററി കുറച്ച് ഡൗൺ ആണെങ്കിൽ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ടാക്കി എടുക്കാൻ പറ്റും. ഇൻ 2025 ഈ CC കാറ്റഗറി ഇപ്പോൾ കുറേ കോമ്പറ്റീഷൻ വന്നിട്ട് കുറേ ഗുഡ് മോട്ടോർ സൈക്കിൾ, ഈവൻ ദ CB 125 വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഓവർ ദി ഇയേഴ്സ് കുറച്ച് അപ്ഡേറ്റ്, കുറച്ച് കൂടുതൽ ഹോഴ്സ് പവർ, 13 ഹോഴ്സ് പവർ, 14.8 Nm ഓഫ് ടോർക്ക്, ഭയങ്കര സ്മൂത്ത് റിഫൈൻഡ് എഞ്ചിനാണ്. നമ്മുടെ കേരളത്തെ സ്പീഡ് ലിമിറ്റ് 60 km/h. ആ 60 km/h വിത്ത് പില്യൺ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടി ഹീറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് കംഫർട്ടബിൾ ട്രാവൽ, സ്റ്റിൽ എ ഗുഡ് മോട്ടോർ സൈക്കിൾ. അതിമാത്രം ഫീച്ചേഴ്സ്, അത്രമാത്രം സ്റ്റൈലിംഗ് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ സ്റ്റിൽ ആ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള റെട്രോ ലുക്കിംഗ് മോട്ടോർ സൈക്കിളാണ്. കുറച്ചൊരു LED ഹെഡ് ലാമ്പ്, USB ചാർജിങ്, അങ്ങനത്തെ കുറച്ച് മത്താപ്പ് കൊടുത്തിട്ടുണ്ട്. ബേസിക് നമ്മുടെ ആവശ്യത്തിലുള്ള സാധനം മാത്രമേ കൊടുത്തുള്ളൂ. സോ ഇൻ മൈ ഒപ്പീനിയൻ പറയാമെന്ന് വെച്ചാൽ ദ സ്റ്റിൽ ഇഫ് യു ആർ കൺസിഡറിങ്, നിങ്ങൾക്ക് ആ നൊസ്റ്റാൾജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിക്കോൺ എടുക്കാൻ പറ്റുന്ന കേട്ടോ. ഡെഫിനറ്റ്ലി ടേക്ക് എ ടെസ്റ്റ് റൈഡ്, ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. ആ സ്മൂത്ത്നെസ്, ആ റിലയബിലിറ്റി, ആ റിഫൈൻമെൻറ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ ഡെഫിനറ്റ്ലി ഒരു നോ നോൺസെൻസ് മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സ്റ്റിൽ എ വെരി ഗുഡ് ഓപ്ഷൻ കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ബെറ്റർ മോട്ടോർ സൈക്കിൾ ഇപ്പം ഈ പ്രൈസ് റേഞ്ചിൽ വേറെ കുറേ ബെറ്റർ ഹാൻഡ്ലിംഗ് മോട്ടോർ സൈക്കിൾസ് ഉണ്ട്. പക്ഷേ ഈസ് ഇറ്റ് റിലയബിൾ കമ്പയർഡ് ടു ദ യൂണിക്കോ? അത്രമാത്രം റിലയബിലിറ്റി ഉണ്ടോ? അത്ര ലോങ് ലെഗസി ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ, അത്ര നൊസ്റ്റാൾജിക് ലുക്കിംഗ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ, ഐ തിങ്ക് സ്റ്റിൽ ദ യൂണിക്കോൺ 160 മേക്സ് സെൻസ് കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ഡൗൺ ബിലോ. സോ ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.